ഹരേ കൃഷ്ണ. ഇന്ന് ഗീതാ മഹാത്മ്യം ഒന്ന് പറയാം. പാർവതീദേവി മഹാദേവനോട് ചോദിച്ചു, പ്രിയ മഹാദേവ, അങ്ങ് ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ചുള്ള പരമസത്യമായ എത്രയോ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വിവരിച്ചു തന്നിരിക്കുന്നു. അതിനാൽ ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മഹിമകളെക്കുറിച്ച് കൂടുതൽ ശ്രവിക്കുവാൻ അതിയായി ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ചും ഭഗവാൻ തൻ്റെ സുഹൃത്തായ അർജുനന് നൽകിയ ഉപദേശങ്ങളെക്കുറിച്ചറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്, ആ ദിവ്യ സംവാദത്തെക്കുറിച്ച് എന്തെങ്കിലുമൊന്ന് ശ്രവിച്ചാൽ പോലും പരമദിവ്യോത്തമ പുരുഷനോടുള്ള എൻ്റെ ഭക്തി വർദ്ധിക്കുമെന്ന്. മഹാദേവൻ മറുപടി പറഞ്ഞു, നിനക്ക് അറിയാവുന്നതുപോലെ തന്നെ യഥാർത്ഥ സൃഷ്ടികർത്താവായ ശ്രീകൃഷ്ണ ഭഗവാൻ വിഷ്ണു എന്നു കൂടി അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരം കാർമേഘത്തിൻ്റെ നിറത്തിൽ കാണപ്പെടുന്നു. അദ്ദേഹം അനന്തശേഷൻ എന്ന 1000 തലകളുള്ള ദിവ്യനാഗത്തിൻ്റെ മൃദുശരീരത്തിൽ ശയിക്കുന്നു. അങ്ങനെ അളവറ്റ മഹിമകൾക്ക് അധിപതിയായിട്ടുള്ള ഭഗവാൻ വിഷ്ണുവിനെ ഞാൻ നിത്യവും ആരാധിക്കുന്നു. എൻ്റെ പ്രിയ പാർവതീ ദേവി, വളരെ കാലങ്ങൾക്ക് മുൻപ് ഭഗവാൻ വിഷ്ണു മുര എന്ന അസുരനെ വധിച്ചതിനു ശേഷം അനന്തൻ്റെ മുകളിൽ വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ഭാഗ്യദേവതയായ ലക്ഷ്മീ ദേവി അദ്ദേഹത്തെ സമീപിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രശാന്തവും ദിവ്യഭാവത്തോടെയുമുള്ള മന്ദസ്മിതം തൂകുന്ന മുഖം ദർശിച്ച മാത്രയിൽ ലക്ഷ്മീ ദേവി ആരാഞ്ഞു, എൻ്റെ പ്രിയ ഭഗവാനെ, സൃഷ്ടിക്കപ്പെട്ട എല്ലാ പ്രപഞ്ചങ്ങളുടെയും നിയന്ത്രണത്തിൻ്റെയും പരിപാലനത്തിൻ്റെയും ഉത്തരവാദിത്വം അങ്ങയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. എങ്കിൽ പോലും ഞാൻ അങ്ങയെ ദർശിക്കുമ്പോഴൊക്കെ അങ്ങ് ആനന്ദപൂർവം ക്ഷീരസാഗരത്തിൽ നിദ്രയിലേർപ്പെടുന്നതായി കാണപ്പെടുന്നു. എങ്ങനെയാണിത് സംഭവ്യമാകുന്നത്? ഭഗവാൻ വിഷ്ണു തൻ്റെ കമലനയങ്ങൾ വിടർത്തിക്കൊണ്ട് മറുപടി പറഞ്ഞു, എൻ്റെ പ്രിയ ലക്ഷ്മി, ഞാൻ നിദ്രയിൽ ആണ്ടതായി കാണപ്പെടുന്നു എങ്കിലും യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ ദിവ്യശക്തികളുടെ ക്രീഡകൾ ആസ്വദിക്കുകയാണ്. ഞാൻ എൻ്റെ അപരിമേയമായ ശക്തിയാൽ എല്ലാ വസ്തുക്കളെയും നിയന്ത്രിക്കുന്നു. അതേസമയം ഞാൻ ഇവയിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നു. ഇവയൊന്നും എന്നെ ബാധിക്കുന്നുമില്ല. എൻ്റെ ദിവ്യകർമ്മങ്ങളെക്കുറിച്ച് സ്മരിക്കുന്ന മാത്രയിൽ യോഗികളും ഭക്തന്മാരും ജനന മരണ ചക്രത്തിൽ നിന്നും മോചിക്കപ്പെടുകയും ശാശ്വതവും ക്ലേശരഹിതവുമായ ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ജനനമരണങ്ങൾ നിറഞ്ഞ ഈ ലോകങ്ങളിലെ പതിതാത്മാക്കളെ തളച്ചിടുന്ന എൻ്റെ യോഗശക്തികളെ മറികടക്കുക എന്നത് വളരെ ദുഷ്കരമാണ്. എങ്കിലും ആരൊക്കെ പരിശുദ്ധമായ ബുദ്ധി വളർത്തിക്കൊണ്ട് എന്നിൽ പ്രേമപൂർവം ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നുവോ അവർക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ പാത തുറന്നിരിക്കുന്നു. ഈ ശാസ്ത്രത്തിൻ്റെ ജ്ഞാനം ഭഗവത്ഗീതയിലെ ദിവ്യവചസ്സുകളിൽ മുഴുവനായി വ്യക്തമാക്കിയിരിക്കുന്നു. ലക്ഷ്മീ ദേവി പറഞ്ഞു, എൻ്റെ ഭഗവാനെ, ഭഗവത്ഗീതയിലെ അങ്ങയുടെ വാക്കുകൾ എങ്ങനെയാണ് ഒരുവനെ അങ്ങയുടെ ദൈവിക പ്രകൃതിയെ മനസ്സിലാക്കുന്ന തലത്തിലേക്ക് ഉയർത്തുന്നതെന്ന് വിശദീകരിച്ചാലും. ഭഗവാൻ വിഷ്ണു മറുപടി പറഞ്ഞു, ദേവി, ഞാൻ നിനക്ക് ഇത് വിശദീകരിച്ചു തരാം. പക്ഷേ ഒന്ന് മനസ്സിലാക്കുക, ഈ ഭഗവത്ഗീത സ്വയം ഞാൻ തന്നെയാണ്. എൻ്റെ 5 തലകൾ ആദ്യത്തെ 5 അധ്യായങ്ങളായി പ്രത്യക്ഷപ്പെടുന്നു. എൻ്റെ 10 കൈകൾ അടുത്ത 10 അധ്യായങ്ങളും, എൻ്റെ ഉദരം 16-ാം അധ്യായവും, അവസാനത്തെ 2 അധ്യായങ്ങൾ എൻ്റെ 2 പത്മപാദങ്ങളുമാകുന്നു. ഈ വിധത്തിൽ ഭഗവത്ഗീത എന്ന ഭഗവത് വിഗ്രഹത്തെ മനസ്സിലാക്കാം. ഭഗവത്ഗീത എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കുന്നു. ദിവസേന ഒരു അധ്യായമോ ഒരു ശ്ലോകമോ ഒരു പകുതി ശ്ലോകമോ ഒരു ശ്ലോകത്തിൻ്റെ 1/4 ഭാഗമോ വായിക്കുന്ന ഒരു വ്യക്തി എല്ലാ പരിപൂർണതയും നേടുന്നു. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത വായിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. ഹരേ കൃഷ്ണ.